എല്ലാ വന്യജീവി ആക്രമണങ്ങളും നടക്കുന്നത് ജനവാസ മേഖലയിലല്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനത്തിനുള്ളിലും പുറത്തും ആക്രമണം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചേരുന്ന ഉന്നതതല യോഗം അടിയന്തര നടപടികൾ ആലോചിക്കും. വനം വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉത്തരവാദിത്വം ഏൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സാങ്കേതികത്വം നോക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു. ആദിവാസികൾക്ക് പുറമേയുള്ള ആളുകൾ അങ്ങോട്ട് എത്തുന്നത് നിയമവിരുദ്ധമല്ലേ? അപ്പോൾ അത് എങ്കിലും നമ്മളതിൻ്റെ ഒരാൾക്ക് പെരുക്ക് പറ്റുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശത്തിന് പകരം അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന ഈ കാട്ടാന കടുവ സംഘർഷങ്ങളിൽ അധികവും അങ്ങനെയാണോ? വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ അല്ല, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ എവിടുന്നാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനെ എല്ലാം ഒരുപോലെ കാണണ്ട. പക്ഷേ ഗവൺമെൻറ് ഒരാൾ മരിച്ചാൽ, അപകടം പറ്റിയാൽ അത് അങ്ങനെയാണല്ലോ, നിയമം ഇങ്ങനെയാണല്ലോ, പിന്നെ വന്യജീവി നിയമത്തിൽ വകുപ്പിൻ്റെയാണെന്നുള്ളതെന്ന് പറഞ്ഞ് അത് ഉദ്ദേശിക്കുന്നില്ല. അപകടം പറ്റി അതിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കാണ്, അതിൻ്റെ സാങ്കേതികത്വമല്ല ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാവർക്കും അറിയാലോ ഒന്ന്, നിയമം എല്ലാവർക്കും അറിയാമല്ലോ. ജനവാസ മേഖലയിൽ നല്ല സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്നും കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്ക് അതുപോലെ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ